നമ്മളൊരു ഡ്രീം ഡേ ആണല്ലോ ഗ്രാജുവേഷൻ എന്ന് പറയുന്നത്. ഒരു ഡേക്ക് വേണ്ടിയിട്ട് നമ്മൾ 1 year ആയിട്ട് പ്രിപ്പയർ ചെയ്യാന്ന് പറയുമ്പോൾ തന്നെ എവരിബഡി നോസ് ഹൗ ബിഗ് ദ ഡേ. ഇവിടെ ഫസ്റ്റ് ഇയർ വന്നു കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഏറ്റവും വലിയ വെല്ലുവിളി എന്ന് പറയുന്നത് എക്സാമിന് ക്വാളിഫൈ ആകുക എന്നുള്ള കാര്യമാണ്. ആ സമയത്ത് നമ്മൾ അനുഭവിക്കുന്ന ഒരു വല്ലാത്തൊരു സ്ട്രെസ് ഉണ്ട്. അത് ഇവൻ നമ്മുടെ പാരന്റ്സിന് പോലും നമ്മൾ അത് ഷെയർ ചെയ്താൽ മനസ്സിലാവില്ല. ഒരു ഫ്രണ്ട് സർക്കിളിന്റെ ഇമ്പോർട്ടൻസ് വരുന്ന അവിടെയാണ്. എന്റെ മുഖം ഒന്ന് മാറിയാലോ, അല്ലെങ്കിൽ എനിക്കൊരു പേപ്പർ കിട്ടാതെ പോയാലോ, എന്നെ കൂടി ഇരുന്ന് പഠിപ്പിക്കാനും അല്ലെങ്കിൽ എനിക്ക് വേണ്ടി എത്ര ടൈം ചെലവഴിക്കാനും അല്ലെ, വാ നമുക്കൊന്ന് പുറത്തു പോയിട്ട് വരാം എന്ന് പറഞ്ഞ് ചിലപ്പോ ഒരു ടോക്ക് ഒക്കെ കഴിഞ്ഞ് തിരിച്ചു വരുമ്പോ ഞാൻ ഓക്കെ ആകും. അപ്പൊ എല്ലാവർക്കും കാണും അങ്ങനെ ഒരു സേഫ് സോൺ. നമ്മൾ മെഡിക്കൽ കോളേജിൽ നിന്നല്ല, ഏത് കോളേജിൽ കയറിയാലും നമുക്ക് അങ്ങനെ ഒരു സേഫ് സോൺ കാണും. അങ്ങനെ ഒരാളുള്ളപ്പോ നമുക്ക് ഒരു 6 years ഇവിടെ കടന്നു പോകുന്നത് അത്ര ടഫായിട്ടുള്ള കാര്യമൊന്നും അല്ല. കൊറേയൊക്കെ പഴയ കാര്യങ്ങൾ എടുത്ത് പറയൽ തന്നെയായിരിക്കും. നമ്മൾ ഫസ്റ്റ് ഇയർ മുതൽ നമ്മളിവിടെ കയറി അന്ന് മുതൽ. അതുകൊണ്ട് തന്നെ നമ്മുടെ എല്ലാവരുടെ ഇടയ്ക്കുള്ള ഒരു ബോണ്ട് അത്യാവശ്യം ബെറ്റർ തന്നെ വരുന്നുണ്ടായിരുന്നു. നേരത്തെ ക്ലാസ് എല്ലാം ഉണ്ട്, അതാണ് നമ്മുടെ ഇടയിലുള്ള ബോണ്ടിങ്. അത് നല്ലൊരു ഇതിൽ തന്നെ എഫക്റ്റ് ആയിരുന്നു. അതിനുശേഷം നമ്മുടെ ഓരോ ഇവന്റ്സ് വരുമ്പോൾ കോളേജിൽ ആർട്സ് ആണെങ്കിലും ഫസ്റ്റ് ആയിട്ട് എല്ലാവരും മനസ്സിലാവും ഓണ സെലിബ്രേഷൻ. നമ്മുടെ ബാച്ച് ആര് പറഞ്ഞാലും ഫസ്റ്റ് ആണ് ഓണ സെലിബ്രേഷൻ ആയിരിക്കും. ഇവിടെ തന്നെ നമ്മൾ ഓണ സെലിബ്രേഷൻ നടത്തില്ലെങ്കിലും ഫസ്റ്റ് ആയിട്ട് ഒരു ബാച്ച് എൻട്രി ഇൻട്രൊഡക്ഷൻ വരുന്നത്. അപ്പൊ എല്ലാ ബാച്ചസും ആദ്യമായിട്ടാണ് ഇവിടെ ഏതോ ജീപ്പ് ഇറക്കുന്നു, ചിലർ മറ്റേ വലിയ കാസ് ഇറക്കുന്നു, ലിമോസിൻ അങ്ങനത്തെ ലോങ് കാസ് ഇറക്കുന്നു, ഫുള്ള് ഡോളിന്റെ പരിപാടികൾ. എല്ലാവരും ഏറ്റവും വൈബായിട്ട് കോളേജ്, എന്റെ അഭിപ്രായത്തിൽ ഞാൻ പറയാ ഈ കോളേജിൽ ഏറ്റവും നടന്ന ഏറ്റവും വൈബായിട്ട് ഒരു പരിപാടിയിൽ ഒന്ന് തന്നെ ഓണ സെലിബ്രേഷൻ. ഞങ്ങളുടെ ബാച്ച് അന്ന് ഹോസ്റ്റ് ചെയ്ത സമയത്തുള്ള ഓണ സെലിബ്രേഷൻ. The fantasy gets closer, looking out on my rocket ship as I fly away, away. All the bad guys out of sight, got my army by my side. Faster than the speed of light, we fly away, away. From a constellation where I'm a superhero, like I'm in an life is full of color and beautiful people. നമ്മുടെ ഒരു ഡ്രീം പ്രൊഫഷൻ നമ്മൾ അച്ചീവ് ചെയ്ത് അതിൻ്റെ ഒരു ഫസ്റ്റ് സ്റ്റേജ് ഓഫ് കംപ്ലീഷനിൽ നമ്മൾ എത്തി നിൽക്കുകയാണ്. ഒബ്വിയസ്ലി ദേ വിൽ ബി പ്രൗഡ്, എവരി പേരന്റ് വിൽ ബി പ്രൗഡ്. പോകുമ്പോ വിഷമമില്ല എന്ന് പറയുന്ന പലരും ഇപ്പൊ പറയുന്നത് പോകുമ്പോ ഞാൻ കരയും കേട്ടോ എന്നുള്ള ഒരു ഇതിലോട്ട് മാറി. ഇപ്പോ ഓവർ എക്സൈറ്റ്മെന്റിന്റെ ഒരു എൻഡില് എല്ലാവരുടെയും മനസ്സിൽ മൊത്തം ഇനി നമ്മൾ എങ്ങനെ കാണും, അല്ലെ ഗ്രാജുവേഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്താ ചെയ്യുക എന്നുള്ളൊരു സംഭവമാണ്. See the light shining through the rain, 1,000 colors in a brighter shade. Needed to rise from the lowest place. There's silver lining that surrounds the gray. When I get lost, will it come back round? Things don't look up when you're going down. I know your arms, they are reaching out from somewhere beyond the clouds. You make me feel like my troubled heart is a million miles away. You make me feel like I'm drunk on stars and we're dancing out into space. Celestial.
magic in all the smallest things. The way we notice, that's what really matters. Let's make tonight go on and on and on. You make me feel we were made to be nothing more than this. Finding magic in all the smallest things. You make me feel the way we notice, that's what really matters. Let's make tonight go on and on and on. You make me feel. Batch of 2019, who I proudly call my kids, my children. You make me feel like I'm drunk on stars and we're dancing out in space. Celestia. ഫസ്റ്റ് ഇയർ വരുമ്പോഴാണ് നമുക്ക് ഒരു അഡാപ്റ്റ് ചെയ്യാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ടായിട്ടുള്ളൂ. അതിനുശേഷം നമ്മളെല്ലാവരും ഫ്രണ്ട്സ് ഒക്കെ ആണെങ്കിലും എല്ലാവരായിട്ട് ഒരു ടൈം സ്പെൻഡിങ് നല്ല അടിപൊളിയായിട്ട് തന്നെ പോയേക്കണം. ജസ്റ്റ് ബുക്സ് മെഡിക്കൽ കോളേജിൽ എല്ലാവരും ജസ്റ്റ് ബുക്സ് എന്ന രീതിയിൽ മാത്രം വിചാരിച്ചിട്ടുള്ളൂ. ആക്ച്വലി ബുക്സിനപ്പുറം ഒരു ബോണ്ട് ഉണ്ട്, നമ്മളെല്ലാവരും ബ്രദർഹുഡ്, അങ്ങനത്തെ ഒരു വൈബാണ് മൊത്തം ഉണ്ടായിരുന്നത്. ബുക്സ് ഒരു പാർട്ട് ഓഫ് ദ ജേർണി. അതിന്റെ കൂടെ തന്നെ നമ്മൾ ആർട്സ് ആണെങ്കിലും സ്പോർട്സ് ആണെങ്കിലും എല്ലാവർക്കും അതിൻ്റെ ഒരു ടൈം സ്പേസും ടൈമും ഒക്കെ അവർക്ക് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് പൊതുവെ എല്ലാവരും കാണുന്ന പോലെ മെഡിക്കൽ കോളേജ് എല്ലാവരും പഠിക്കാൻ വേണ്ടി മാത്രം ഇറങ്ങിയ ടീംസാണ്, പുജികളാണ്. അത് ജസ്റ്റ് ഒരു ഫേക്ക് കോൺസെപ്റ്റ് മാത്രമാണ്. പഠിക്കേണ്ട ഒരു സമയത്ത് പഠിക്കും, എൻജോയ് ചെയ്യുന്ന സമയത്ത് എൻജോയ് ചെയ്തിട്ടുണ്ട്. കപ്പ് എന്ന് പറയുന്നത് ഹോസ്റ്റിംഗ് ബാച്ചിന് കൊണ്ടുപോകാനുള്ളതാണ്. അപ്പൊ ആ സമയത്ത് ഇനീഷ്യൽ 2 days ഞങ്ങൾ ഒരുപാട് ലാഗ് ബിഹൈൻഡ് ആയിരുന്നു. പ്രോഗ്രാംസിൽ എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്യാതെ മടി പിടിച്ചിരുന്നിട്ട് കുറെ പോയിന്റ്സ് താഴെയാ. നമ്മുടെ ജൂനിയേഴ്സിനോട് തോറ്റു പോവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ അത് ഭയങ്കര ഒരു അഭിമാനക്ഷതമുള്ള കാര്യമാണ്. 3rd day എന്ന് പറയുന്നത് നമ്മൾക്ക് മ്യൂസിക്കിന്റെ ആ ഒരു സാധനം വന്നു. എല്ലാ മ്യൂസിക്കും ഇൻസ്ട്രുമെന്റ്സിലും ഒക്കെ ഫസ്റ്റ് ഗരുഡാസിന് തന്നെയായിരുന്നു. അപ്പൊ അറ്റ് ലാസ്റ്റ് ആ ഗരുഡാസ് കപ്പടിച്ച് നമ്മുടെ കോർഡിനേറ്റർ ഗേളിനെ ഇവരെടുത്ത് പൊക്കി ആ കപ്പ് പിടിച്ചു നിൽക്കുന്ന ഒരു ഇനി എന്റെ ഒരു ഏറ്റവും ഫേവറേറ്റ് മൊമെന്റ് ആണത്. ആ ഒരു അക്കാഡമിക് ബ്ലോക്കിന്റെ ഗേറ്റ് തൊട്ട് ആ ഒരു അക്കാഡമിക് ബ്ലോക്കിന്റെ ഹോൾ വി ജസ്റ്റ് മെയ്ഡ് ദ പ്ലേസ് ഇൻ ടു എ ഗരുഡാസ് പ്ലാറ്റ്ഫോം. ലൈഫിൽ ഒരിക്കലും മറക്കാൻ ലൈക്ക് ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്തൊരു മൊമെന്റ് ആയിരുന്നു അത്. എനിക്കെന്നല്ല, നമ്മൾ 100 പേർക്കും എന്നും GMCP അല്ലെങ്കിൽ നമ്മുടെ ബാച്ച് എന്ന് പറയുമ്പോഴത്തേനും വിൽ ഫസ്റ്റ് റിമെമ്പർ നമ്മുടെ ഗ്രീൻ ഡ്രസ് കോഡും നിങ്ങളുടെ ഇജ്ജുണ്ടാക്കിയ ഷർട്ടും ആൻഡ് ഹോൾ ഡാൻസും എവ്രിതിങ് വാസ് സ്റ്റിൽ അത് ആലോചിക്കുമ്പോൾ കിട്ടുന്നൊരു ഗൂസ് ബംസ്, സ്റ്റിൽ അത് ആലോചിക്കുമ്പോൾ കിട്ടുന്നൊരു പ്രൗഡ് ഒക്കെ ഇറ്റ്സ് ടു ആൻ അനദർ ലെവൽ. സോ എല്ലാവർക്കും അവരുടെ ലൈഫിലെ എല്ലാ സക്സസ്സും വിഷ് ചെയ്യുന്നു. എവിടെയെങ്കിലും വെച്ചൊക്കെ ഇനിയും മീറ്റ് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഈവൻ ഇഫ് നോട്ട്, എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് നമ്മൾ എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാകും. അതാണ് നമ്മൾ 5 yearsൽ നമ്മുടെ ഒരു ഫ്രണ്ട്ഷിപ്പ് അല്ലെങ്കിൽ ഒരു ബോണ്ട് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. I think we have made that, and wishing you all everyone a very best wishes, and may you have the life you wish for. എല്ലാവർക്കും അറിഞ്ഞ പോലെ തന്നെ നമ്മുടെ ബാച്ചിന് പ്രത്യേകതയുണ്ട്. 100 പേർക്ക് 100 അഭിപ്രായമായിരുന്നു. അപ്പൊ എല്ലാ ഇവന്റ്സിലും നമ്മൾ അങ്ങനെ തന്നെയാണ് പോയിക്കൊണ്ടിരുന്നത്. പക്ഷെ ഈ എല്ലാ അഭിപ്രായങ്ങളും ഒറ്റ സെക്കൻഡായിട്ട് നമുക്ക് വന്ന സ്പോട്ട് എന്ന് പറയുന്നത് നമ്മുടെ ആർട്സ് ഇവന്റ്സ് തന്നെയായിരിക്കും. നമ്മൾ ഹോസ്റ്റ് ചെയ്യുന്ന നമ്മുടെ ആർട്സിന്റെ സമയത്ത് ആർക്കൊക്കെ എന്തൊക്കെ അഭിപ്രായം വന്നാലും അവസാനം നമ്മുടെ ബെറ്റർമെന്റ്, നമ്മുടെ വിജയം, അതായിരുന്നു നമ്മുടെ എല്ലാവരുടെയും പ്ലാൻ തന്നെ ഉണ്ടായിരുന്നു അന്ന്. അന്നത്തെ ദിവസം ഒരിക്കലും മറക്കാൻ പറ്റത്തില്ല. ലാസ്റ്റ് നമ്മള് ഓരോ ഇവന്റ്സ് ആണെങ്കിലും ലൈക്ക് ആർട്സിന്റെ ഡാൻസ് ആണെങ്കിലും മ്യൂസിക് ആണെങ്കിലും ഇൻസ്ട്രുമെന്റ്സ് എല്ലാം ആണെങ്കിലും എല്ലാം കൊണ്ട് അവസാനം നമ്മൾ ചെന്നെത്തിച്ച് നമ്മുടെ ആ വിക്ടറി കപ്പിന് വേണ്ടിയിട്ട് മാത്രമായിരുന്നു. ബാക്കിയുള്ള ബാച്ചസിനെ എങ്ങനെയെങ്കിലും തോൽപ്പിക്കണം. അന്ന് നമ്മൾ തോൽപ്പിച്ചത് ലൈക്ക് വന്നൊരു മാർജിൻ തന്നെയാണ്. നമ്മൾ ഈ കോളേജിൽ തന്നെ ഏറ്റവും ടോപ്പ് മാർജിൻ ആണെന്ന് തോന്നുന്നു. 190 സംതിങ് സ്കോർ ലീഡിലാണ് നമ്മൾ തോൽപ്പിച്ചത് തന്നെ. ആ ഒരു മൊമെന്റ് ഒരിക്കലും
മറക്കാൻ പറ്റുന്ന എനിക്ക് ഉറപ്പുണ്ട്, അതുപോലെ നിങ്ങൾ മറക്കത്തില്ലെങ്കിൽ 100% ഉറപ്പാണ്. ലൈഫിൽ അങ്ങനെ തന്നെ നമ്മളെല്ലാരും കാണുമെന്ന് ഉറപ്പെങ്കിലും പറയാൻ പറ്റുന്നില്ല. നമ്മളെല്ലാരും മെഡിക്കൽ പ്രൊഫഷൻ ആയതുകൊണ്ട് ഇനി അങ്ങോട്ട് വേറെ ബ്രാഞ്ച് സ്പ്ലിറ്റായി പോവായിരിക്കും. ഹോപ്പിംഗ് എല്ലാവരും കാണാൻ പറ്റുന്ന വിശ്വസിക്കുന്നു. ഇനി എപ്പോഴെങ്കിലും ഒരു ഗെറ്റ് ടുഗദർ വരുന്നു വിശ്വസിക്കുന്നു. അതിന്റെ ഇടയിലൊക്കെ ബോണ്ട് നമ്മളെല്ലാരും ഒരേപോലെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിക്കും എന്ന് വിശ്വസിക്കുന്നു. നമ്മൾ ഗരുഡാസ് എല്ലാവരും ഒരുപാട് സന്തോഷിച്ച് ഒരുപാട് ഹാപ്പി ആയിരുന്നു. GMCP തന്നെ എപ്പോഴും ഓർത്തു വെച്ചിരിക്കുന്ന ഒരു പ്രോഗ്രാമാണ് അത്. പിന്നീട് ഓരോ ബാച്ച് എൻട്രി നടക്കുമ്പോൾ ഫാക്കൽറ്റീസ് വരെ പറഞ്ഞിട്ടുണ്ട്, അന്നത്തെ അവരുടെ പോലെ ആയിട്ടില്ല, അങ്ങനെ ആരുടെ ആകുമില്ല. ആ സമയത്താണ് നമ്മൾ ശരിക്കും നമ്മുടെ യൂണിറ്റി കാണിച്ച് എല്ലാവരും പറഞ്ഞ പോലെ തന്നെ ഒരുപോലെ നിന്ന് നമ്മുടെ ഹാപ്പിനെസ്, ഒരുപാട് ഹാപ്പിനെസ്, അതൊന്നും മറന്നു പോകാത്ത പോലത്തെ കുറെ ഹാപ്പിനെസ് തന്ന ഒരു മൊമെന്റ് ആണത്.